ഹലോ ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കുക്കിംഗ് വീഡിയോ ഒഴിവാക്കിയിട്ട് ചില കുടുംബ രഹസ്യങ്ങൾ സംസാരിച്ചാലോ എന്നുള്ള ഒരു ടോപ്പിക്കായിട്ട് വന്നപ്പോൾ അപ്പോഴത്തേന് പിന്നെ എനിക്കറിയണം നമ്മുടെ ചുറ്റുമുള്ളവരും കുറച്ച് ഫ്രണ്ട്സുകളും എനിക്ക് പേഴ്സണലി വിളിച്ചിട്ട് പറഞ്ഞിട്ടോ, നമ്മൾ മരുമക്കൾ വീട്ടിൽ അനുഭവിക്കണം അല്ലെങ്കിൽ അമ്മായിയമ്മമാർ അനുഭവിക്കണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയുന്നത്. ഞാൻ പറയട്ടെ, ചില അമ്മായിയമ്മമാരുണ്ട് മരുമക്കളായ നമ്മളെ ഒറ്റപ്പെടുത്തുക, പല പല സിറ്റുവേഷൻ വരുമ്പോഴും തീരുമാനങ്ങളിൽ നിന്നൊക്കെ നമ്മളെ മാറ്റി നിർത്തി ചെറിയ ചെറിയ വിഷയത്തിലാണെങ്കിൽ പോലും നമ്മളൊരു അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലാണ്ട് നമ്മൾ പറയണതൊന്നും കേൾക്കാണ്ട് അങ്ങനെയൊക്കെ നിൽക്കുന്ന അമ്മായിയമ്മമാരുണ്ട്. അതേപോലെ തന്നെ നമ്മളില്ലാത്ത സമയത്ത് എന്ത് ചെയ്യും, ഓരോരോ മക്കളെ ആൺകുട്ടികളെ സ്വാധീനിച്ചിട്ട് നമ്മളെ പറ്റി ഭാര്യമാരെ പറ്റിയിട്ട് കുറ്റം പറഞ്ഞിട്ട് മോനെ മെല്ലെ സ്വാധീനിച്ചെടുക്കുക. അതേപോലെ മരുമക്കളെ പറ്റിക്കാണ്ട് മകനോട് പറയും, തെറ്റായ കുറേ ധാരണകൾ ഉണ്ടാക്കി കൊടുത്തിട്ട് ആ മകനെ മരുമകളിൽ നിന്നും എന്ത് ചെയ്യും, അവർ ഒരു എന്താ പറയുക, അവളോടൊരു ഇഷ്ടക്കേട് ആ മകൻക്ക് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഓരോന്ന് പറഞ്ഞു കൊടുക്കുക. അങ്ങനത്തെ ഒക്കെ ചില സിറ്റുവേഷൻ ഉണ്ടാവലുണ്ട് ചിലർക്ക്. അതേപോലെ തന്നെ ചില വീട്ടിലുള്ളതാണ് കേട്ടോ, പെൺമക്കൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അമ്മായിയന്മാരും ഈ പെൺമക്കളും കൂടെ എന്ത് ചെയ്യും, കുത്തിരുന്ന് സംസാരിക്കും. മരുമക്കളെ ഞാൻ അങ്ങോട്ടേക്ക് അങ്ങോട്ട് വരികയോ ഓരോ കൂടെ ഒന്നിരുന്ന് നല്ലോണം സന്തോഷത്തിൽ സംസാരിക്കുകയോ ചെയ്യാമെന്ന് വിചാരിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് അങ്ങോട്ട് സംസാരം, നമുക്ക് അവരെ കൂടെ ഇരിക്കാനും തോന്നൂല, എന്തെങ്കിലും അവിടെ നിന്ന് ഇങ്ങോട്ട് എണീച്ചൊന്ന് പോരാന്ന് വിചാരിച്ച് നമ്മൾ ബാക്കോട്ടനെ അടിക്കും. പെൺകുട്ടികൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ മരുമക്കൾ തൊട്ടതും പിടിച്ചതും എന്ത് ചെയ്താലും കുറ്റപ്പെടുത്തും. അത് മറ്റുള്ളവരുടെ എന്നുള്ള കുത്തുവാക്കുകൊണ്ടും എങ്ങനെ നമുക്കൊരു സ്വസ്ഥതയും സമാധാനം തരാത്ത ഒരുപാട് അമ്മായിയമ്മമാരുണ്ട് കേട്ടോ. തിരിച്ച് ചെയ്യണ മരുമക്കളും ഉണ്ട് കേട്ടോ, ഇല്ലയെന്നൊന്നും ഞാൻ പറയണേ. അതേപോലെ ബന്ധുക്കൾ വന്നു കഴിഞ്ഞാൽ ഈ മരുമക്കളെ കുറിച്ച് അങ്ങനെ പറഞ്ഞു കൊടുക്കും. മരുമക്കൾക്ക് സമാധാനത്തിലൊന്ന് നിൽക്കാനോ അവരുടെ ഇടയിലൊന്ന് സംസാരിക്കാനോ അവരോടൊന്ന് മിണ്ടാനോ ഒന്നിനും കഴിയൂല. അപ്പോൾ ഈ അമ്മായിയമ്മമാരൊന്നും ഒരിക്കൽ പോലും ചിന്തിക്കണില്ല. ഒരുപാട് അങ്ങനെ മൊത്തത്തിൽ അങ്ങനെ ഒന്നും അടച്ചാക്ഷേപിക്കില്ല കേട്ടോ ഞാൻ. കൂടുതൽ ഇന്നും ഒരുപാട് ആളുകൾ ഈ അമ്മായിയമ്മമാരെ ഇടങ്ങേറുണ്ട്. അതേപോലെ പുതിയപ്പിള്ളേർക്ക് നല്ലപോലെ സ്നേഹിക്കാനും കൂടെ കൈയുണ്ടാവില്ല. എന്തുകൊണ്ട് ഈ അമ്മായിയമ്മമാരെ ഈ കുത്തിത്തിരിപ്പോണ്ട് പുതിയപ്പിള്ളേരും കൂടെ പേടിച്ച് നിൽക്കണ എത്രയോ ഹസ്ബൻഡുമാരുണ്ട്. അപ്പോൾ ഈ അമ്മമാരും ഒരിക്കൽ പോലും ചിന്തിക്കണില്ല, എന്ത് ഞാനും പണ്ട് ഒരു മരുമകളായിരുന്നു, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ ജീവിക്കണ പോലെ എൻ്റെ മരുമകൾ സുഖമായിട്ട് ജീവിക്കട്ടെ എന്നൊന്നും ചിന്തിക്കണില്ല. അങ്ങനെയൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ എത്ര നല്ലൊരു കാര്യമാണ്. ഇങ്ങനെ തിരിച്ച് ചെയ്യണ മരുമക്കൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ, അമ്മായിയമ്മേനെ വില വെക്കാത്തവരും. ഈ ഒരു അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ താഴെ. നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് തുടർന്ന് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച് പോകാം. കുക്കിംഗ് ആയിരുന്നു എൻ്റെ വിഷയം. ഞാനിപ്പോൾ കുക്കിംഗ് ചെയ്യുന്നതോടുകൂടെ നിങ്ങളടുത്ത് സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്, മനസ്സിനൊരു സാറ്റിസ്ഫാക്ഷൻ.